നമുക്ക് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട്. അമ്മ അത് നന്നാക്കുകയാണേ. നമുക്ക് ആ ചെണ്ടമുറിയനായിട്ട് പുഴുങ്ങിയെടുക്കാം. പിന്നെ മത്തിയുണ്ട്, നല്ല മത്തി കേട്ടോ. അപ്പം മത്തി എങ്ങനെ വെക്കാനാമേ? മത്തി വാഴയില പൊളിച്ചെടുക്കാം. വാഴയില അല്ലേ? പിന്നെ കാന്താരി നിപ്പുണ്ട് താഴത്തെ പറമ്പ്, നമുക്ക് അതുകൊണ്ട് ഇടിച്ച് ചമ്മന്തി ഉണ്ടാക്കാം അല്ലേ? തൈരുണ്ട്, തൈര് കൊണ്ട് ഉണ്ടാക്കാം. അപ്പൊ കാന്താരിയും ഇലയും വേണം, ചേട്ടനും ഇടാം. ചേട്ടാ കുറച്ച് ഇലയും കാന്താരി എടുത്തിട്ട് വരുമോ? ആ പെട്ടെന്ന് പറഞ്ഞേ. ഉള്ളത് പറിച്ചോല്ലേ? തൈരിനും വേണ്ടി വരികയല്ലേ? മതി മതി. നമ്മൾ മൺകലത്തിലാട്ടോ വേവിക്കുന്നത്. ഇനി നമുക്ക് മീൻ നന്നാക്കി എടുക്കാവേ. വാഴയിലയിലൊക്കെ പൊളിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. മീൻ നന്നാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. നല്ല ആഴത്തിൽ വരയാവേ. മീനെല്ലാം നന്നാക്കി ഇനി അതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുരുമുളക്, അല്പം ഇഞ്ചി, കറിവേപ്പില ഇടുമ്പോൾ നല്ല രുചിയായിരിക്കുമേ. പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാവേ. വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് അരപ്പ് നന്നായിട്ട് തേച്ച് കൊടുക്കുക. മീൻ വറുക്കാൻ വേണ്ട വാഴയില നമ്മൾ എടുത്തിട്ടുണ്ട്. വാഴയില എടുക്കുമ്പോൾ ചെറുതായിട്ട് വാട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി കെട്ടുമ്പോൾ അത് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വാഴയിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണേ. ഒരുപാടൊന്നും വേണ്ട. വറക്കുമ്പോഴും നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ മേളിൽ 2 തണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഇങ്ങനെ കെട്ടണേ. വാട്ടി വെച്ചുകൊണ്ട് പിന്നെ അത് കീറിയൊന്നും പോകുകയില്ല. പതുക്കെ ഇങ്ങനെ വാഴയുടെ ഇല കൊണ്ട് തന്നെ കെട്ടിയാൽ മതി. ഇനി മീൻ വറുക്കാനായിട്ട് ചട്ടി വെക്കാവേ. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മീനെടുത്ത് അതിലേക്ക് ഇടാം. അതിൻ്റെ മേളിലൊരു വാഴയിലയും കൂടി വെച്ച് നമുക്ക് മൂടി വെക്കാം. നമ്മുടെ മീൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ഇടിക്കാവേ. കാന്താരിമുളക് നമ്മുടെ പറമ്പിലാട്ടോ. കാന്താരിമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് മത്തിക്കൊക്കെ ആണെങ്കിലും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.